ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റേതായ പോരായ്മകൾ എൻ്റെ വീഡിയോയിലുണ്ട്. കാരണം ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡെല്ലാം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടല്ല കട്ട് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്. അത് ക്യാമറ വെച്ചതിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നുപോയി. എടുത്തതുകൊണ്ട് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കഷ്ടപ്പെട്ടെടുത്തല്ലേ, അവിടെ നിൽക്കട്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത് കറിയൊന്നും വേണ്ട, ഒരു മസാല ഉണ്ട റെസിപ്പിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ തക്കാളി, പച്ചമുളക്, ഉള്ളി. ഫസ്റ്റ് അത് ഞാൻ കട്ട് ചെയ്യുകയാണ്. തക്കാളി, ഉള്ളി, പച്ചമുളകെല്ലാം ഇതിൻ്റെ മസാലക്ക് വേണ്ട സാധനങ്ങളാണ്. ഇതിന് ആദ്യം നമുക്കൊരു മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ട് ഞാൻ തലേന്ന് തന്നെ കുറച്ച് പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഈ അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. വെള്ളം അധികമായി പോകാണ്ട് ശ്രദ്ധിക്കണം. അഥവാ പത്തിരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് അരി കുതിർത്ത് വെച്ചത്. ഒന്ന് നന്നായി അരച്ചെടുക്കുക. അരച്ച് വെച്ച മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഈ മാവിലേക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതെന്തെല്ലാമെന്ന് വെച്ചാൽ കുറച്ച് ഒരു 3-4 ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, തേങ്ങ, അത് മൂന്നും കൂടി ഒന്ന് നന്നായി മിക്സിയിൽ നിന്ന് ഒന്ന് ചതച്ചിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായി ഒന്ന് സോഫ്റ്റായി കുഴച്ചെടുക്കുക. അരി അരക്കുമ്പോൾ തന്നെ ഞാനതിൽ ഉപ്പ് ചേർത്തിരുന്നു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാവിലുണ്ട്. ഈ അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമ്മളെ ഇഡ്ഡലി തട്ടിൻ്റെ അതിൽ വെച്ച് ആവി കയറ്റിയെടുക്കുക. എത്രത്തോളം ചെറിയ ബോൾസ് ആക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. മസാലയൊക്കെ നന്നായി അതിലേക്ക് പിടിച്ചു വരും. എല്ലാം ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ആ സമയത്ത് ഇതിൻ്റെ മസാല റെഡിയാക്കുക. അതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് വലിയ ഉള്ളി, നേരത്തെ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഇട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയം തന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത്, തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ എന്ന് പറയുമ്പോൾ ഞാനിതിൽ മുളക് പൊടി മാത്രമാണ് എടുക്കുന്നത്. മുളക് പൊടി തന്നെ ശ്രദ്ധിക്കണം. പച്ചമുളക് ചേർത്തുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾ പൊടി, ചിക്കൻ മസാല അതൊന്നും വേണ്ട. മുളക് പൊടി മാത്രം ചേർത്താൽ മതി. മുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നേരത്തെ വേവിക്കാൻ വെച്ച ഉണ്ട അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ മസാലയിലേക്ക് മാറ്റിയിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. ചൂടോട് കൂടി ചേർക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവും. നന്നായി ചൂടാറിയതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച ഉണ്ട മസാലയിൽ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. എല്ലാം കുക്കായതാണ്, അതുകൊണ്ട് അധികം വേവൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.